എല്ലാവർക്കും നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ UGC നെറ്റ് പേപ്പർ 2 പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 പാർട്ടുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ഷനും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞു, അപ്രോച്ചസ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 3 ആയിട്ടുള്ള തിയറീസും കോൺസെപ്റ്റ്സും ആണ്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ എല്ലാ തിയറീസും കോൺസെപ്റ്റ്സും അല്ല, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയും കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. ഹൂ കോയിൻഡ് ദ ടേം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? ആരാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇനി ഈ ഒരു തിയറി പഠിക്കുന്നുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അപ്പോൾ ആ തിയറി കൊണ്ടുവന്ന ആളുടെ പേരല്ല ചോദിക്കണേ, ആ ടേം ആരാ കോയിൻ ചെയ്തത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ FW ടൈലർ, ഓപ്ഷൻ ബി ഹെർബർട്ട് സൈമൺ, ഓപ്ഷൻ സി ലൂയിസ് ഡി ബ്രാൻഡിസ്, ഓപ്ഷൻ ഡി FW റിക്സ്. അപ്പം 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ FW ടൈലർ, ഓപ്ഷൻ ബി ഹെർബർട്ട് സൈമൺ, ഓപ്ഷൻ സി ലൂയിസ് ഡി ബ്രാൻഡിസ്, ഓപ്ഷൻ ഡി FW ടൈലർ. FW റിക്സ് ആണ് മാറിപ്പോയത്. അപ്പോൾ ഈ 4 സ്കോളേഴ്സിൻ്റെ പേരാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ ആരാണ് ഈ ഒരു ടേം കോയിൻ ചെയ്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തെറ്റിപ്പോരുത്. ആ തിയറി കൊണ്ടുവന്ന ആളുടെ പേരല്ല ചോദിച്ചിരിക്കുന്നത്, ആ ടേം കൊണ്ടുവന്നിട്ടുള്ള, ആ ടേം കോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ നമ്മൾ അതിൻ്റെ ആൻസർ കാണുന്നതായിരിക്കും. അപ്പോൾ അത് ഇപ്പം തന്നെ മനസ്സിലാക്കി പോവുക. സോ വാട്ട് ഈസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ, സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇവല്യൂഷനിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിയുന്നതോറും നമുക്ക് എന്ത് കാണാൻ പറ്റും? സയൻറ്റിഫിക്കായിട്ട്, കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ടും റാഷണലായിട്ടൊക്കെ തന്നെ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റഡി മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി, അതായത് സയൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടും കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ സയൻസിൻ്റെ പ്രാധാന്യം കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുക. അതാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ഇസ് എ പ്രൊപ്പഗേറ്റർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി കൊണ്ടുവന്നാരാ? ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ അഥവാ FW ടൈലർ ആണ് ഏത് തിയറി കൊണ്ടുവന്നത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന തിയറിയുടെ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്നത്. അതേസമയം ഈ ടേം കോയിൻ ചെയ്തതാരാ? ലൂയിസ് ഡി ബ്രാൻഡിസ് ആണ്. 1910 ആരാണ് ഈ ടേം കോയിൻ ചെയ്തത്? ലൂയിസ് ഡി ബ്രാൻഡിസ് ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. പക്ഷെ തിയറി കൊണ്ടുവന്നാരാ? FW ടൈലർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു ലൂയിസ് ഡി ബ്രാൻഡിസ് ആണ് ആൻസർ. പക്ഷെ പലർക്കും വരുന്ന മിസ്റ്റേക്ക് എന്താ? പെട്ടെന്ന് തന്നെ ഓർമ്മ വരിക തിയറി എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ടേം കേൾക്കുമ്പോൾ തന്നെ ടൈലറിൻ്റെ പേരായിരിക്കും വരിക. ഓപ്ഷനിൽ ടൈലറിൻ്റെ ആൻസർ കൊടുക്കും, തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടേം കോയിൻ ചെയ്ത ആളും പല തിയറീസിലും പല കോൺസെപ്റ്റ്സിലും വരുന്ന വ്യത്യാസമാണ്. ടേം ആദ്യമായിട്ട് ഉപയോഗിച്ച ആൾ വേറെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് നെയിമുകൾ നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ലൂയിസ് ഡി ബ്രാൻഡിസ് ആണ്. 1910 അദ്ദേഹം അത് കോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു തിയറി കൊണ്ടുവരുന്നത് ആരാ? FW ടൈലർ ആണ്. ഹി ഈസ് ദ പ്രൊപ്പഗേറ്റർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. ഓക്കെ, ടൈലർ ഈ വേർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടേം യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലാണ്. ആ ബുക്കിൻ്റെ പേരെന്താ? പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനോടുകൂടി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, ടൈലറിൻ്റെ ബുക്കിൻ്റെ പേര് അല്ലേ. ബുക്കുകളുടെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ചിലപ്പോൾ കേൾക്കാത്ത ബുക്കുകൾ വരെ ഓപ്ഷനിൽ വന്നു വരാം, പല ഏരിയയിൽ നിന്നും വരാം. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അല്ലേ, ഇനി ഇത് നമ്മൾ നോക്കാത്തതുകൊണ്ടായിരിക്കും അതായിരിക്കും ബുക്ക് എന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓതറിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാക്സിമം അദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഈ ഫീൽഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കൂടി മറ്റുള്ള ചിലപ്പോൾ IR ഒരു ബുക്കുകൾ എഴുതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വേറെ ഏതെങ്കിലും ഏരിയാസിൽ അവർ വേറെ ഏതെങ്കിലും ബുക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ കണ്ടാലും കൺഫ്യൂഷൻസ് വരില്ല.
ക്ലിയർ അല്ലേ? അപ്പോൾ ടൈലർ ഏത് ബുക്കിലാണ് ആ ടേം യൂസ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബുക്കിലാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ കുറിച്ച് പറയുന്നത്. ഹി വാസ് ആൻ എഞ്ചിനീയർ, സോ ഹി സോ എവറിത്തിങ് ആൻഡ് ഇറ്റ് സൈഡ് സയന്റിഫിക്കലി. അദ്ദേഹം ഒരു പ്രൊഫഷണലി ആരായിരുന്നു? എഞ്ചിനീയർ ആയിരുന്നു. സോ അദ്ദേഹം തന്നെ എങ്ങനെയാണ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കൺസ്ട്രക്ഷൻ, ഒരു എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സയന്റിഫിക്കലി നോക്കി പ്ലാൻ വരയ്ക്കലായിക്കോട്ടെ, ഓരോ കാര്യങ്ങളും ചിന്തിച്ച് സയന്റിഫിക് ആയിട്ടും എംപിരിക്കലായിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് അല്ലേ ഓരോ യൂസ് ചെയ്യുന്ന ഒരു കല്ലായിക്കോട്ടെ മണ്ണായിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഒരു എഞ്ചിനീയറിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ? ഒരു പ്ലാൻ വരയ്ക്കുമ്പോഴായിക്കോട്ടെ കറക്റ്റ് നല്ലൊരു എഞ്ചിനീയർ ആണെങ്കിൽ മാത്രം നല്ലൊരു പ്ലാൻ ഉണ്ടാവും. ഇല്ലാത്ത നമ്മൾ ഒരുപാട് കേസുകളൊക്കെ കേട്ടിട്ടില്ലേ ഇങ്ങനെ എഞ്ചിനീയേഴ്സിൻ്റെ കുറേ തട്ടിപ്പ് കാരണം, കുറേ അറിവില്ലായ്മ കാരണമൊക്കെ കുറേ ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ നാശമായി പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സയന്റിഫിക് ആയിരിക്കണം, കറക്റ്റ് പ്ലാനിങ് ഉണ്ടാവണം, നല്ല ഐഡിയ ഉണ്ടാവണം, ക്രിയേറ്റീവ് ആയിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു എഞ്ചിനീയർ ആയിരുന്നു ടൈലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടൈലറിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടായിരുന്നു? ഒരു സയന്റിഫിക് ആയിട്ട് നോക്കുക, എല്ലാ കാര്യങ്ങളെയും ഒന്ന് സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഒരു ഫീച്ചർ കൂടിയാണ്. And he was in the production field. He was concerned with enhancing worker efficiency in order to improve production. അദ്ദേഹം ഏത് ഫീൽഡിലായിരുന്നു? പ്രൊഡക്ഷൻ ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം കൂടുതലും കൺസേൺ ചെയ്തിരുന്നത് എന്തിലാ? വർക്കർ എഫിഷ്യൻസി, അതായത് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് ബിസിനസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഷോപ്പ് എന്തായിക്കോട്ടെ, അവിടെ പ്രൊഡക്ഷൻ കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയണേ? അവിടെ എന്ത് ചെയ്യണം? എഫിഷ്യൻസി, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. വർക്കേഴ്സ് എന്ത് ചെയ്യണം? നല്ല എഫിഷ്യൻ്റ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം, അവരതിനുള്ള കേപ്പബിൾ ആയിരിക്കണം. അത് അവരെന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് അതിന് അവരെന്ത് ചെയ്യണം? കേപ്പബിൾ ആയിരിക്കണം എന്നാണ് ആര് പറയുന്നത്? ടൈലർ പറയുന്നത്. with the shortest period, feasible with the fewest resources available. എന്താ സയന്റിഫിക്കലി മാനേജ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്താ പറഞ്ഞത്? വർക്കർ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക, പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം. പ്രൊഡക്ഷനും വർക്കർ എഫിഷ്യൻസിയും എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. വർക്കർ എഫിഷ്യൻസി കൂടിയാൽ പ്രൊഡക്ഷനും കൂടും, വർക്കർ എഫിഷ്യൻസി കുറഞ്ഞാലോ പ്രൊഡക്ഷനും ഓട്ടോമാറ്റിക്കലി എഫക്റ്റ് ചെയ്യും അല്ലെ? നമുക്ക് അറിയുന്ന കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? വളരെ ഷോർട്ടസ്റ്റ് പീരീഡിൽ എന്ത് ചെയ്യണം? എത്രയും കുറവ് പീരീഡ് ഉപയോഗിക്കണം. അതിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഫ്യൂവസ്റ്റ് റിസോഴ്സസ് അവൈലബിൾ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവസ്റ്റ് റിസോഴ്സ് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യണം? വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് പീരീഡിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം അല്ലേ? ഇവിടെ റിസോഴ്സിൻ്റെ മാക്സിമം എന്താ പറയുക, നമുക്കുള്ള റിസോഴ്സിൽ വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ മിനിമം റിസോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഇവിടെ ടൈലർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് വേസ്റ്റ് ഈസ് എലിമിനേറ്റഡ് ആൻഡ് ഏർണിങ്സ് ആർ മാക്സിമൈസ്ഡ്. എന്ത് ചെയ്യാനാണ് പറയണേ? എമൗണ്ട് ഓഫ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ പല റിസോഴ്സുകളായാലും പല കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? ഒരുപാട് വേസ്റ്റേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റേജുകളായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കണം, വേസ്റ്റേജുകൾ ഒഴിവാക്കുക. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ഏർണിങ്സ് ആണ് മാക്സിമൈസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻകം, അല്ലെങ്കിൽ ഇൻകം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമൈസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഫൗണ്ടർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇദ്ദേഹമാണ് എന്തിൻ്റെ ഫൗണ്ടർ? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറിയുടെ ഫൗണ്ടർ ആരാണ്? ടൈലർ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ഒരു എന്താ പറയുക, നമുക്കൊന്ന് ജസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. സയന്റിഫിക്കലി മാനേജ് ചെയ്യാന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റിസോഴ്സുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. കാരണം നമുക്കറിയാമല്ലേ, ഒരുപാട് റിസോഴ്സ് സ്കെയേഴ്സിറ്റി ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട് അല്ലേ? പോപ്പുലേഷൻ ഇൻക്രീസ് ആകുന്തോറും അതിനനുസരിച്ച് നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകളായിക്കോട്ടെ, എന്ത് റിസോഴ്സ് ആയാലും ഇൻക്രീസ് ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വളരെ കുറച്ച് റിസോഴ്സുകൾ ഉപയോഗിച്ച്, പിന്നെ നമുക്ക് സമയം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഏർണിങ്സ് ഉണ്ടാവാൻ കുറവായിരിക്കും അല്ലേ? നമ്മൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ കൺസേൺ. അതേസമയം എന്ത് ചെയ്യുക? കുറച്ച് തന്നെ റിസോഴ്സുകളുടെ യൂസും വളരെ കുറയ്ക്കുക. അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് പീരീഡിൽ തന്നെ മാക്സിമം ഏർണിങ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റേജ്, എന്ത് ആയിക്കോട്ടെ, ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവാതിരിക്കുക. ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്.
So, scientific management is the method of managing an organization that is based on science. Scientific management പറഞ്ഞാ ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യേണ്ടത് എന്ത് ബേസ് ചെയ്തിട്ടാ? വെറുതെ നോംസോ വാല്യൂസോ കുറെ സൂപ്പർസ്റ്റിഷൻസോ അല്ലെങ്കിൽ നമ്മുടെ കുറെ പ്രിജുഡൈസസോ സ്റ്റീരിയോ ടൈപ്സോ അതൊന്നും വെച്ചല്ല. എന്ത് വെച്ചാണ്? സയൻസ് ആയിരിക്കണം ബേസ്. അതാണ് ടൈലർ പറയുന്നത്. മെത്തേഡ് ഓഫ് മാനേജിങ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സയൻസ്. സയൻസ് ബേസ് ചെയ്തായിരിക്കണം എന്ത് ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യേണ്ടത്. It helped to pave the way for many modern management approaches and procedures. ഇത് എന്തിനു വഴിയൊരുക്കി? ഒരുപാട് മോഡേൺ മാനേജ്മെന്റ് അപ്രോച്ചുകൾക്കും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സിനും വരാൻ വേണ്ടി ഒരു വഴി ഒരുക്കിയതാണ് എന്ത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇതൊരു ബേസ് ആയി എന്നാണ്. അതായത് ഈ ഒരു തിയറി വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഈ ഒരു ലെവൽ ഓഫ് തോട്ട് ടൈലർ കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടാവുന്നത്? ഒരുപാട് പുതിയ പുതിയ മാനേജ്മെന്റ് അപ്രോച്ചുകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തിയറി വരാൻ കാരണം എന്തായിരിക്കും? ഇങ്ങനൊരു തിയറിയുടെ എമർജൻസിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കോസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ കാരണമായിട്ടുണ്ടാവണം? വെറുതെ ഒരിക്കലും ഒരു തിയറി വരില്ല. അതിന് എന്തെങ്കിലും സോഷ്യലിയും എല്ലാ തരത്തിലും ആ ഒരു നീഡ് വന്നിട്ടുണ്ടാവണം അല്ലേ? ഒരു ചേഞ്ചിനുള്ള ഒരു നീഡ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ എമേർജ് ചെയ്യുള്ളൂ. എല്ലാം നോർമലായിട്ട് തന്നെ പോവുകയാണ്, കുഴപ്പമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ മാറ്റങ്ങൾ വരാൻ സാധ്യത കുറവായിരിക്കും. പുതിയൊരു റീതിങ്കിങ്ങോ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാനേജിങ്ങിലൊക്കെ വരണം, അല്ലെങ്കിൽ പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും കുറച്ചും കൂടെ മാറ്റം വരുത്താനുണ്ട് എന്നുള്ള തോട്ട് വരാൻ അവിടെ ഒരു നീഡ് വന്നിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെ ഒരു റീതിങ്കിങ്ങിന് ഒരു നീഡ് വന്നിട്ടുണ്ടാവണം. സോ അതിനുള്ള മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫാക്ടർ ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായതിനു ശേഷമുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. അതിന് ശേഷമാണ് എന്തൊക്കെ ഉണ്ടാവണേ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവണേ, അർബണൈസേഷൻ, അങ്ങനെയുള്ള ഒരു കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യാവസായിക വിപ്ലവം അല്ലേ? അതായത് ഒരുപാട് ഇൻഡസ്ട്രീസ് എമേർജ് ചെയ്യുക. അതായത് ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒരുപാട് എക്യുപ്മെന്റ്സ്, സ്പിന്നിങ് ജെന്നി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ടൂൾസും ഒക്കെ തന്നെ, മെഷീൻസും ഒക്കെ തന്നെ ഇൻവെന്റ് ചെയ്തു. അതോടുകൂടി ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് ആയി. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ തന്നെ ഇൻഡസ്ട്രിയിൽ എന്നൊരു ആ ഒരു സെക്ടറിൽ എന്താണ് ഒരു റവല്യൂഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുക, ഒരുപാട് ഇൻഡസ്ട്രീസ് വരിക അല്ലേ? മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാറും അതിനുശേഷമുള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. പിന്നീട് എമർജൻസ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി. അതെ, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം എന്തുണ്ടാവണു? ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായി, അതിനുശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി, അതിനുശേഷം എന്താണ് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് എമേർജ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഒരു ഈ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ എമർജൻസി എന്തുണ്ടാവുകയാണ്? കാരണം വലിയ വലിയ ഇൻഡസ്ട്രികളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ തിയറീസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈഡ് അതായത് വലിയ വലിയ ഇൻഡസ്ട്രീസിൽ ഒരുപാട് ഇഷ്യൂസ് വരിക, മാനേജിങ് ക്രൈസിസ് അനുഭവപ്പെടുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് എന്ത് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന തിയറിയുടെ ഒരു ആവശ്യകത വരുന്നത്. പിന്നെ ഒരു കോസായിട്ട് ഒരു ഫാക്ടറായിട്ട് പറയുന്നത് വെസ്റ്റ് വാസ് എക്സ്പീരിയൻസ്ഡ് മാനേജ്മെന്റ് ക്രൈസിസ്, റിസോഴ്സ് സ്കേർസിറ്റി ആൻഡ് ബിസിനസ് കോംപ്ലക്സിറ്റി. അതായത് വെസ്റ്റേൺ കൺട്രീസ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു? മാനേജിങ് ക്രൈസിസ്. അതായത് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും ഒക്കെ വന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ വരുന്ന മെയിൻ പ്രോബ്ലം എന്താ? ഇത്രയും ഒരു വലിയൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിലുള്ള ഒരു ക്രൈസിസ്, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അതേപോലെ തന്നെ റിസോഴ്സുകളുടെ സ്കേഴ്സിറ്റി. അത് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവുക, അതേപോലെ തന്നെ പോപ്പുലേഷനും ഇൻക്രീസ് ആകുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ കുറയും അല്ലേ? അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വുഡിൻ്റെ എന്തെങ്കിലും കൺസ്ട്രക്ഷനുള്ള അല്ലെങ്കിൽ വുഡിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു കട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ട് വിചാരിക്കാം, വുഡിൻ ഇൻഡസ്ട്രി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ആ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള റിസോഴ്സുകളൊക്കെ അത് ഉപയോഗിക്കും, വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അവർ ആവശ്യമുള്ളത് ഉപയോഗിക്കും അല്ലേ? അവിടെ തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു 5-6 അതിലധികമോ അല്ലെങ്കിൽ അതിലധികമോ ആയിട്ടുള്ള ഇതേ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ഭാഗത്ത് അവിടുത്തെ സോഴ്സുകൾ അവർക്ക് മതിയാവില്ല അല്ലേ? മറ്റ് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോയിറ്റേഷൻ കൂടും, അതോടുകൂടി എന്തുണ്ടാവും? റിസോഴ്സ് സ്കെയർസ് ആവും, വളരെ കുറയാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബിസിനസ് കോംപ്ലക്സിറ്റി, അങ്ങനെയുള്ള ബിസിനസ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കോംപ്ലക്സ് ആവുന്ന ഒരവസ്ഥയിൽ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരികയാണ്, ഈ ഒരു ക്രൈസിസ് അനുഭവപ്പെടുകയാണ്. സ്കെയർസിറ്റി റിസോഴ്സും കുറവാണ്, മാനേജ്മെന്റും ഭയങ്കര പൂവറായി വരികയാണ്. ഇതോടുകൂടി എന്തുണ്ടാവും?
വർക്കർ എഫിഷ്യൻസിയും കുറവും, അതോടുകൂടി തന്നെ എന്താ പ്രൊഡക്ഷനും ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട്. These all factors necessitated the development of an efficient science of management. ഈ എല്ലാ ഘടകങ്ങളും എന്തിന് കാരണമായി? ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സയൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായി. The theory provided a method for ensuring maximum efficiency and production. ഈ ഒരു തിയറി എന്തിനുള്ള മെത്തേഡാണ് കൊണ്ടുവരുന്നത്? മാക്സിമം എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ഷൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വർക്കേഴ്സ് എഫിഷ്യൻസി എന്ന് പറയുന്നതും പ്രൊഡക്ഷൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നതും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതിൽ രണ്ടും ഒരേ മീൻസ് കൂടുകയാണെങ്കിൽ എന്ത് മറ്റേതും കൂടും, മറ്റേത് ഒരെണ്ണം കുറഞ്ഞാൽ മറ്റൊരു ഫാക്ടറും താഴത്തേക്കാവും അല്ലേ, കുറയും. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സാണ് എന്ത് പ്രൊഡക്ഷന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർ തീരെ എഫിഷ്യൻ്റ് അല്ലെങ്കിലോ ആ ഒരു ഓർഗനൈസേഷൻ എന്തായിക്കോട്ടെ അതിന് നിലനിൽക്കാൻ സാധിക്കൂ ഇല്ല അല്ലേ. അപ്പോൾ അതാണ് പറയണത്, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം. ത്രൂ ദ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സ് ആൻഡ് ടൈം. എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും, അതായത് നല്ല രീതിക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് തീരുമാനിക്കണം. അതേപോലെ തന്നെ എന്താ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ആ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം, നല്ലൊരു അഫക്റ്റ് ചെയ്യണം. എന്തിനെ, നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണം അല്ലേ. നമ്മളത് എഫിഷ്യൻ്റ് ആയിട്ട് ചിന്തിക്കണം, എന്തൊക്കെ റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം, എത്ര സമയത്തിനുള്ളിൽ എന്ന് തീരുമാനിക്കും വേണം. അതേപോലെ തന്നെ അത് നല്ല എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യണം. നമ്മൾ റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യണം, അതിൻ്റെ ഇരട്ടി അതിലേക്ക് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാവണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈലറിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. മേജർ വർക്ക്സ് ഏതൊക്കെയാണ്? ഇതിൽ തന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. എ പീസ് റേറ്റ് സിസ്റ്റം 1895 അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെയോ ഷോപ്പ് മാനേജ്മെൻറ്റ് 1903, ദി ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ് 1906, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 1911. അപ്പോൾ ഈ 4 വർക്ക്സാണ് പ്രധാനമായിട്ട് ടൈലറിൻ്റെ വർക്ക്സ്. ഈ 4 വർക്ക്സും ഓർത്ത് വയ്ക്കുക, നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എ പീസ് റേറ്റ് സിസ്റ്റം, ഷോപ്പ് മാനേജ്മെൻറ്റ്, ദ ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസും കുറച്ച് റൂൾസും ഉണ്ട് ഈ ഒരു തിയറിക്ക്. അതിൽ ആദ്യത്തെ ഒരു റൂൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് എന്ത്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൂ സയൻസ് ഓഫ് വർക്ക്. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൂ സയൻസ് ഓഫ് വർക്ക്, ശരിയായ സയൻസ് ഓഫ് വർക്ക് ഡെവലപ്പ് ചെയ്യുക. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ഫോർ ഈച്ച് വർക്കേഴ്സ് ജോബ് ഓർ ടാസ്ക്. അത് ഓരോ വർക്കേഴ്സ് ഉണ്ടാകുമെങ്കിലും ഓരോ വർക്കേഴ്സിൻ്റെയും ജോബിലും ടാസ്കിനുമുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദ ജോബ്. ഇതിൽ എന്തൊക്കെയുണ്ട്, സയൻറ്റിഫിക് ഒബ്സർവേഷൻ, ശാസ്ത്രീയമായിട്ടുള്ളൊരു നിരീക്ഷണവും അതേപോലെ തന്നെ എന്താ ആ ജോബിൻ്റെ അനാലിസിസും കൂടി നടക്കുന്നുണ്ട്. To determine the best way to complete the task. So to determine the best way to complete the task, അതായത് ഏതാണ് ബെസ്റ്റ് വേ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വേ അല്ലെങ്കിൽ ബെസ്റ്റ് വേ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് അടുത്തത് ഈ ഒരു പ്രിൻസിപ്പിളിൽ തന്നെ പറയുന്നത്. പിന്നെയോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ലെസ് എഫേർട്ട് ഫോർ ദ വർക്ക്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് കേട്ടോ. ഒരു പ്രിൻസിപ്പിളായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി എന്ത് ചെയ്യും, നല്ലൊരു സയൻറ്റിഫിക് അപ്രോച്ചാണിത്. ഓരോ വർക്കേഴ്സിൻ്റെ ടാസ്ക് എന്താ, ജോബ് എന്താണെന്നുള്ളത് ആദ്യം അത് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ആ ജോബ് എന്താണെന്ന്, ഒരു വർക്കറിൻ്റെ ജോബ് എന്താ ആയിക്കോട്ടെ അതെന്താണെന്ന് ആദ്യം ഒബ്സർവ് ചെയ്യുക, പിന്നെ അത് അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്താ അത് ഡിറ്റർമൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇറ്റ് റിസൾട്ട്സ് ഇൻ ലെസ് എഫേർട്ട് ഫോർ ദ വർക്കർ. വർക്കറിന് എന്താകും, എഫേർട്ട് കുറവായിരിക്കും അല്ലേ, ലെസ് എഫേർട്ട് ആയിരിക്കും. ഒരുപാട് ടെൻഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ ആദ്യം മുതലേ ജോബ് എന്താന്ന് നോക്കി ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് നല്ലൊരു വേ കണ്ടുപിടിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എഫേർട്ട് കുറവായിരിക്കും അല്ലേ. അതേസമയം നമ്മൾ റാൻഡമായിട്ട് പെട്ടെന്ന് ഭയങ്കര ഹറിബറിയായിട്ട് ഓരോരുത്തർക്കും ഓരോ വർക്ക് കൊടുക്കുന്നു, അവരവരുടേതായിട്ടുള്ള അവരുടെ ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഓവർ ടെൻഷനും ഓവർ ബേർഡനൊക്കെ ആകുമ്പോൾ ചില കമ്പനികളിലുണ്ട് അല്ലേ ഭയങ്കര ടാസ്ക് കൊടുക്കുക, അതേപോലെ ഡെഡ് ലൈനൊക്കെ കൊടുത്തിട്ട് മിക്ക IT ഫീൽഡുകളിലും ഉണ്ടാവുന്ന പ്രശ്നമാണത്. അതായത് ഇവർക്ക് ഓവർ ഡെഡ് ലൈൻ കൊടുക്കുമ്പോൾ ഇവരുടെ മിക്ക വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസി കുറയുക. പിന്നെ അവിടെ പറയുമ്പോൾ ടെർമിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എന്താണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഓവർ സ്ട്രെസ്സും സ്ട്രെയിനും കൊടുത്ത് ഒരുപാട് എഫേർട്ട് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി അവരുടെ എഫിഷ്യൻസി കുറയും അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്നത് വളരെയധികം
കുറയാനുള്ള ചാൻസ് ഉണ്ട്. അക്കംപ്ലിഷ് മോർ വിത്ത് ലെസ്സർ മൂവ്സ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയണേ, അക്കംപ്ലിഷ് മോർ, ഒരുപാട് നേടുക എങ്ങനെ, വളരെ കുറച്ച് മൂവ്സിലൂടെ. ഒരുപാട് ടെൻഷൻ എടുക്കുകയും ഒരുപാട് ഓവർ എഫേർട്ടും ഓവർ ഹാർഡ് വർക്കും ചെയ്യാതെ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്കിലൂടെ കാര്യങ്ങൾ ചെയ്യുക. അതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, വർക്കേഴ്സിന് കുറച്ചുകൂടെ ഈസി ആവും, അവരുടെ 100% അവർക്ക് തരാനും പറ്റും. അതിന് പകരം ഓവർ ടെൻഷനും സ്ട്രെസ്സും ആകുമ്പോൾ എന്തുണ്ടാവും, അവർക്ക് അവരുടെ എഫിഷ്യൻ്റായിട്ട് കറക്റ്റായിട്ട് എല്ലാം പുറത്തെടുക്കാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാനോ സാധിക്കില്ല. സോ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻസ് ആർ ഇംപ്രൂവ്ഡ് ബൈ യൂസിങ്, അതായത് ക്വാളിറ്റി കൺട്രോളും, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്കർ എഫിഷ്യൻസിയും ക്വാളിറ്റിയും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് ഇൻസ്പെക്ഷൻസിന് ഒരുപാട് വിങ്സ് ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കറക്റ്റ് ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്കഡ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാവും, എക്യുപ്മെൻറ്റ് ആൻഡ് പ്രോസസ്സുകൾ ഉണ്ടാവും, പിന്നെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ ലോവറിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് പ്രൊഡക്ഷനിലെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, പരമാവധി ഡിക്രീസ് ചെയ്യുക, കുറവ് കോസ്റ്റിൽ കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ടുവരിക, എൻഹാൻസിങ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുക, അതേപോലെ തന്നെ സെലക്ടിങ് ആൻഡ് ട്രെയിനിങ് ദ റൈറ്റ് മാൻ ഫോർ റൈറ്റ് ജോബ്. അതായത് ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഓരോരോ പർട്ടിക്കുലർ കഴിവുകൾ എബിലിറ്റീസൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ എല്ലാവർക്കും ഇപ്പം എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എബിലിറ്റീസും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ഡ്രോയിങ്ങിലായിരിക്കും കൂടുതൽ കഴിവുണ്ടാവുക, ചിലർക്ക് കൂടുതലും IT സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിരിക്കാം, ചിലർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പീപ്പിളായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ തന്നെ ഭയങ്കര സ്കിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചിലർക്ക് മാനേജിങ് സ്കിൽസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകളുള്ള ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ആളുകൾ, ഏതൊക്കെ ജോബിനാണ് ഇന്ന ആളുകൾ ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുക, പ്രോപ്പറായി ട്രെയിനിങ് കൊടുത്ത് ആ ഒരു ജോബിനെ ആപ്റ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലത്തെ ഒരു പകുതി നമ്മുടെ ടാസ്ക് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരാളാണ് ആ ഒരു പ്ലേസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു റോങ് പേഴ്സണെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനും അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവാവാൻ ചാൻസ് ഉണ്ട്. പ്രൊവൈഡിങ് ഫെയർ സാലറീസ് ആൻഡ് റീസണബിൾ പ്രൈസസ് ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. അതായത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിളാണ് ദ സയൻറ്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. സയൻറ്റിഫിക് ആയിട്ടുള്ള സെലക്ഷനും ട്രെയിനിങ്ങും അതേപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വർക്കേഴ്സിൻ്റെ. മാനേജ്മെൻറ്റ് ഷുഡ് റിസർച്ച് ദ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഈച്ച് ടാസ്ക് വർക്ക്. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഓരോ ടാസ്ക് ആയിക്കോട്ടെ വർക്ക് ആയിക്കോട്ടെ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ നേച്ചർ എന്താ, ക്യാരക്ടർ എന്താ, അതെന്താണ് ആ വർക്ക് എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കണം. ആദ്യം ഇത് മാനേജ്മെൻറ്റ് ഡ്യൂട്ടിയാണ്. പിന്നീട് എന്ത് ചെയ്യണം, പിന്നീട് അതിന് വേണ്ടിയുള്ള റൈറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യുക, അതിന് പൊട്ടൻഷ്യൽ ഉള്ളൊരു ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് വേറൊരു ഡ്യൂട്ടിയും കൂടിയാണ് എന്ത്, എന്തൊക്കെ റെസ്ട്രിക്ഷൻസും ഓപ്പർച്യൂണിറ്റീസാണ് വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് അവർ അനുഭവിക്കുന്നുണ്ട് ഒരു ഓർഗനൈസേഷനിൽ. അവർക്ക് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഒക്കെ തന്നെ ഭാഗമാണല്ലോ. നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരുന്നതിൻ്റെ ഒപ്പം അഡ്മിനിസ്ട്രേഷൻ ലെവൽ വളരുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തും വളരണം, നമ്മുടെ അടുത്ത വർക്കേഴ്സും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ ആ വർക്കർ എഫിഷ്യൻസി കൂട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതേസമയം തന്നെ അവർ അനുഭവിക്കുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല, കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല, അതെന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം. According to Taylor, every worker had a certain amount of potential for advancement. അതായത് ഏതൊരു ഫീൽഡിലുള്ള വർക്കർ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു പ്യൂൺ ആയിക്കോട്ടെ, ഏതൊരു മാനേജർ ലെവലിലുള്ള ആയിക്കോട്ടെ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയിലും അവർക്ക് എന്തുണ്ടാവും, ഒരു certain amount of potential ഉണ്ടാവില്ല, അഡ്വാൻസ്മെൻറ്റ്. പക്ഷേ അത് എന്ത് ചെയ്യണം, നല്ല രീതിക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതായത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും അവരുടെ സജഷൻസ് കേൾക്കാതെയോ അവർക്കൊരു ഫ്രീഡം, ഒരു മിനിമം ഫ്രീഡം എങ്കിലും അവർക്ക് അവരുടെ ചെയ്യുന്ന ഒരു വർക്കിൽ കൊടുത്താലാണ് അവർക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിട്ട് എന്താ പറയുക, ഒരു ടോയ് പോലെയൊക്കെ നമ്മൾ പറയുന്നതനുസരിച്ച് മാത്രം മൂവ് ചെയ്യുന്ന ഒരു ടോയ് പോലെയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവർക്ക് തീരെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വർക്ക് ഡെവലപ്മെൻറ്റിന് എല്ലാ വർക്കേഴ്സിനും ഒരു അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും, അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടാവും, അതിന് ഒരു പൊട്ടൻഷ്യലും അഡ്വാൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ബീയിങ് ഹയർഡ്, ദ വർക്കേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ് ഇൻ എ
മെത്തോഡിക്കൽ മാനർ ഫോർ ദി ജോബ്. അതെന്ത് ചെയ്യണം, അവരെ ഒരാളെ ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, പിന്നീട് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കാണ്ട് ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ജോബിലേക്ക് പ്രോപ്പറായിട്ട് എത്താൻ പറ്റില്ല. നമ്മൾ സിവിൽ സർവൻസ് വരെ അത്രയും ഹയർ ഒഫീഷ്യൽ അവർ അത്രയും എക്സാംസ് എഴുതി, പ്രിലിംസും മെയിൻസും ഒക്കെ എഴുതി ഇൻ്റർവ്യൂവും ഒക്കെ ക്വാളിഫൈഡ് ആയതിനു ശേഷം അവർക്ക് പിന്നീട് എന്തും കൂടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ്. ആ ട്രെയിനിങ് കൂടി കഴിയുന്നതോടെ അവർ എന്തൊരു IAS ആയിക്കോട്ടെ IPS ആയിക്കോട്ടെ, ആ ഒരു ജോബിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അതിന് ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അവരെ ട്രെയിൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യണേ, ഒരു ജോലിക്ക് ആ രീതിക്ക് ആവശ്യമായ രീതിക്ക് അവരെ മോൾഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതാ പറയണത്, എന്ത് ചെയ്യണം, ഒരു ഹയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ നിയമിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്താ, ട്രെയിനിങ് കൊടുക്കണം. നല്ലൊരു ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് ആ ജോലിക്ക് ആപ്റ്റായിട്ട് അയാൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, അതിന് ആപ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്താണ് ക്ലോസ് കോർഡിനേഷൻ ബിറ്റ്വീൻ സയൻസ് ഓഫ് വർക്ക് ആൻഡ് സയൻറ്റിഫിക്കലി സെലക്ടഡ് ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്ക്. അതായത് ആദ്യം പറഞ്ഞ രണ്ട് റൂൾസിൻ്റെയും ഒരു കോർഡിനേഷൻ വേണം. അതായത് ആക്റ്റീവ് കോപ്പറേഷൻ ആൻഡ് പ്ലസൻറ്റ് കണക്ഷൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. എന്താണ് ആക്റ്റീവായിട്ടുള്ള കോപ്പറേഷനും അതേപോലെ തന്നെ പ്ലസൻ്റ് ആയിട്ടുള്ള കണക്ഷൻസും വേണം. ആരൊക്കെ തമ്മിൽ, മാനേജ്മെൻറ്റ് തമ്മിലും വേണം. ആദ്യം നമ്മൾ പറഞ്ഞത് വർക്കേഴ്സിൻ്റെ കാര്യമാണ്, രണ്ടാമത് പറഞ്ഞു മാനേജ്മെൻറ്റ് ഡ്യൂട്ടീസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു അല്ലേ. സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യും വേണം ആദ്യത്തേൽ, അതുപോലെ വർക്കേഴ്സും സ്വയം വർക്ക് ചെയ്യും കൂടി കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവും വേണം. ഇത് രണ്ടും തമ്മിൽ എന്ത് വേണം, ആക്റ്റീവായിട്ടുള്ള കോപ്പറേഷനും കണക്ഷനും വേണം. മാനേജ്മെൻറ്റ് ഒരു വഴിക്കും വർക്കേഴ്സ് വേറൊരു വഴിക്കും ആണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്താ പറയുക ഒരിക്കലും നിലനിൽക്കില്ല അല്ലേ. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് കുറേ എന്താ പറയുക റിവാർഡ്സ് കൊടുക്കുക. മിക്കവാറും നമുക്ക് കാണാം കുറേ ഓഫീസുകളിലൊക്കെ എങ്ങനെ വെച്ചാൽ ഒരു IT ഓഫീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഫീൽഡ് ലക്ഷ ട്രിപ്പുകൾ എന്തെങ്കിലും ഇൻക്രിമെൻറ്റുകൾ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഒരു നല്ല ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ്, അവർക്ക് അതിനായിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കുക, റിവാർഡ്സ് കൊടുക്കുക. സിംപ്ലി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെരി ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നവരെന്താണ്, അതൊരു നല്ല കണക്ഷൻ കൊണ്ടുവരാൻ സഹായിക്കുമല്ലേ. അതർവൈസ് ഭയങ്കര റൂഡായിട്ടും എന്ത് ചെയ്താലും നമുക്കൊരു അവിടെ നിന്നൊരു റിവാർഡോ ഒന്നും പോസിറ്റീവായിട്ടൊരു ഇതും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്താവും, അവിടെ ഓട്ടോമാറ്റിക്കലി പിന്നെ ഞാനിത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നും. അതേസമയം അപ്പോൾ വർക്കേഴ്സിനും എന്ത് തോന്നണം, ഇത് നമ്മുടെ കൂടെ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്, ഞാനും ഇതിൻ്റെ ഭാഗമാണ് എന്ന് തോന്നണം. അതേപോലത്തെ മാനേജ്മെൻറ്റിന് ഈ വർക്കേഴ്സ് ഇല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മാനേജ്മെൻറ്റും മനസ്സിലാക്കണം. രണ്ട് ഗ്രൂപ്പിൻ്റെയും ഒരു കണക്ഷനും കോപ്പറേഷനും ഉണ്ടാവണം. പിന്നെ ഡെവലപ്പ് എ ഹെൽത്തി എൻവയോൺമെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആരോഗ്യമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സും ടെൻഷൻസും ഉള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിനേക്കാൾ ബെറ്ററായിട്ട് േക്കാൾ പ്രൊഡക്ടിവിറ്റി കൂടെ എവിടെയാണ്, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ചും കൂടെ കൂളായിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ലക്ഷ ട്രിപ്പുകൾക്ക് പോവുക, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അവർക്ക് എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കുറച്ചും കൂടെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ കുറേ മെൻ്റൽ സ്ട്രെസ്സും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്, കുറേ ഇഷ്യൂസ്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കോൺഫ്ലിക്ട്സ് അറൈസിങ് ഫ്രം ദ ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അതെ കറക്റ്റ്, അതായത് ഇപ്പോൾ ഒരു ടോപ്പ് ടു ബോട്ടം ലെവൽ ഒരു ഹൈറാർക്കിക്കൽ ആയിരിക്കുമല്ലോ എല്ലാ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഈ ടോപ്പിലുള്ള ഒരു മാനേജിങ് ഡയറക്ടർ ആയിക്കോട്ടെ, ഈ താഴെ ലെവലിലുള്ള ഒരു പ്യൂൺ ആയിക്കോട്ടെ, ഈ ഒരു ലെവൽ കണക്ഷൻ തന്നെ, ഈ ഇടയിൽ ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവരുത്. ഇത്ര വലിയൊരു ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടാവണം, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം. നമ്മളിപ്പോൾ യൂസഫ് അലി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഒരുപാട് വലിയ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ആളുകൾ വരെ അവരുടെ ഒരുവിധം എല്ലാ എംപ്ലോയീസിലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി ഒരു മാക്സിമം എന്ത് ചെയ്യും, പരമാവധി അവരുടെ എല്ലാ ബ്രാഞ്ചുകളിലും കണക്ട് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിക്കാനും അവർക്ക് പോകാൻ പറ്റാവുന്ന സമയത്തൊക്കെ അവരോട് പോവുകയും അല്ലെങ്കിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഇൻക്രിമെൻ്റ് ആയിക്കോട്ടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അവർക്ക് അറിയാം എന്തുകൊണ്ട് അവരുടെ ഒരു സക്സസിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും, അവർക്ക് എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിനെ കാര്യമായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ എംപ്ലോയീസിന് വർക്കേഴ്സിന് മാക്സിമം കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണം. കമ്മ്യൂണിക്കേഷൻസിൻ്റെ ലാക്ക് അല്ലെങ്കിൽ കുറവ് കാരണം ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട്, അത് റെഡ്യൂസ് ചെയ്യും കൂടി വേണം. ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്.
8 foremen to supervise workers, planning and production department. അതായത് എങ്ങനെയാണ് മാനേജ്മെൻറ്റും വർക്കേഴ്സിൻ്റെയും ഇടയിലുള്ള വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെ 8 ഫോമൻ വേണം. വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാനും പ്ലാനിങ്ങിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഒക്കെ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നതിനായിട്ട് 8 ആളുകൾ വേണമെന്നാണ് ഇതിൽ അദ്ദേഹം ടൈലർ പറയുന്നത്. പ്ലാനിങ് ഇൻചാർജ് ആരൊക്കെയാണ്? പ്ലാനിങ് ഇൻചാർജ് ആർ റൂട്ട് ക്ലർക്ക് ടു സ്പെസിഫൈ പ്രൊഡക്ഷൻ റൂട്ട്. റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ റൂട്ടിലാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നതിന് സ്പെസിഫൈ ചെയ്യാനാണ്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ടു ഗീവ് ദ വർക്കർ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്ലർക്ക് ഉള്ളത്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് പറയുമ്പോൾ ടൈമും കോസ്റ്റും, എത്രത്തോളം ടൈമിൽ എത്ര കോസ്റ്റ് എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസിപ്ലിനറിയൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ഫ്രീഡം ആയാലും എന്തൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ആയാലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺട്രോളിൽ ആയിരിക്കണം. പിന്നെ പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സ്പീഡ് ബോസ്, അതായത് ഓൺ ടൈം വർക്ക് കംപ്ലീഷൻ, അതായത് ഓൺ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് സ്പീഡ് ബോസ്. ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞാൽ മെഷീൻസും ടൂൾസും അതിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. റിപ്പയർ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻസും ടൂൾസും ഒക്കെ തന്നെ ഓപ്പറേറ്റിംഗ് ഓർഡറിലാണോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് ക്ലിയർ ചെയ്യാനുള്ള വ്യക്തിയാണ്. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ടാസ്കും ഫങ്ഷൻസും ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള വ്യക്തിയാണ്. സോ ഇത്രയാണ് നമുക്ക് ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്നതിൽ പറയാനുള്ളത്. പറഞ്ഞത് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാഞ്ഞത്. എന്തായാലും സ്ലൈഡും കൃത്യമായിട്ട് വായിക്കുക, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നന്നായി വായിച്ചാൽ മാത്രമേ നമുക്ക് ഒന്നും കൂടെ തിയറീസൊക്കെ മനസ്സിലാവുള്ളൂ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. F.W. Taylor's scientific management theory is a scientific method to manage an organization with scientific measures. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഈ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ഇതൊരു ഓർഗനൈസേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം, സയൻറ്റിഫിക് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിച്ച് മാത്രം മാനേജ് ചെയ്യുക എന്നതാണ് ഈ തിയറി പറയുന്നത്. ഇദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് മാനേജർ ലെവലും വർക്കേഴ്സ് ലെവലിലുമാണ്. സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പ്. ടൈലർ നാട്ടിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സയൻസ് ആണ്, ഒരിക്കലും റൂൾ ഓഫ് തമ്പ് അല്ല. അതായത് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് നമ്മൾ പറയുന്നൊരു വാക്കാണ് റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിട്ടൺ ആയിട്ടുള്ള ഒരു ലോ പോലെയൊക്കെയാണെന്ന് പറയും. നമ്മൾ കുറേ എക്സ്പീരിയൻസിലൂടെയും ഇങ്ങനെയൊക്കെ കിട്ടുന്ന കുറേ ഇതിനെയാണ് റൂൾസാണ് റൂൾ ഓഫ് തമ്പ്. പക്ഷെ അതല്ല, എന്താ വേണ്ടത്, അങ്ങനെ ഒരു കുറേ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കേട്ട അറിവുകളിൽ നിന്നോ ഒന്നും ഉള്ളതല്ല ഒരു ഓർഗനൈസേഷൻ പോവേണ്ട റൂൾസ് എന്ന് പറയുന്നത്. എങ്ങനെ പോകണം? സയൻറ്റിഫിക് ആയിരിക്കണം. അത് സയൻസാണ് റിയൽ, അതല്ലാതെ റൂൾ ഓഫ് തമ്പ് അല്ല എന്നാണ് ടൈലർ പറയുന്നത്. എവറി ഡിസിഷൻസ് ഷുഡ് ബി സയൻറ്റിഫിക്കലി അനലൈസ്ഡ് ആൻഡ് പ്ലാൻഡ്. അത് എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്ത് ഇതിന് ഇത്രത്തോളം സയൻറ്റിഫിക് ആയിട്ടുള്ള വാലിഡിറ്റി ഉണ്ട്, ഇതിന് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇത് എത്രത്തോളം നമുക്ക് യൂസ്ഫുള്ളാണ്, അതിൻ്റെ ടൈം എത്ര എടുക്കും, എത്ര കോസ്റ്റ് വരും എന്നുള്ളതൊക്കെ തീരുമാനിച്ചതിന് ശേഷം അനലൈസ് ചെയ്തതിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്ലാൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. സ്ട്രെസ് അപ്പോൺ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വാലിസം. എന്താ പറയുന്നത്? ഒരിക്കലും ഇൻഡിവിജ്വാലിസം, ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു മാനേജറോ ഒരു വർക്കറോ അല്ലെങ്കിൽ ഒരു MD ഒന്നും വിചാരിച്ച ഒരു ഓർഗനൈസേഷനും വർക്ക് ചെയ്യാനോ ഒന്നും ചെയ്യാനും പറ്റില്ല, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും. ഇവിടെ എന്താണ് മെയിനായിട്ട് വേണ്ടത്? കോപ്പറേഷനാണ് വേണ്ടത്. എല്ലാവരും സഹകരിച്ച് ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യണം? അവർ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ നിലനിൽക്കുമ്പോഴും എന്ത് വേണം? എല്ലാവരും തമ്മിൽ എന്തുണ്ടാവണം? ഒരു സഹകരണവും എല്ലാ തരത്തിലുള്ള അവിടെ ഒരു 100 പേര് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, 10 പേരായിക്കോട്ടെ, ഈ 10 പേരും വിചാരിക്കണം ഇത് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ കൂടി നന്നായി വർക്ക് ചെയ്താൽ മാത്രമാണ് ഇവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണം. 100 ആയാലും 10 ആയാലും 1000 ആയാലും ഓരോ വ്യക്തിയും ഒരു കംപ്ലീറ്റ്ലി അവരുടെ 100% കൊടുത്താൽ മാത്രമാണ് ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വേണം എന്ന് പറയുന്നത്? ലാസ്റ്റ് ഫൈനലായിട്ട് വേണം കോപ്പറേഷനാണ് വേണ്ടത്, ഒരിക്കലും ഇൻഡിവിജ്വാലിസം അല്ല ഉണ്ടാവേണ്ടത്. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ F.W. ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്നുള്ള ഭാഗം അവസാനിക്കുകയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.